എറണാകുളത്ത് ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികളെക്കുറിച്ച് മമ്മൂട്ടി നടത്തിയ പരാമർശത്തിനെതിരെ ആഞ്ഞടിച്ച് BJP സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനം രംഗത്ത്. UDF LDF സ്ഥാനാർത്ഥികൾ മികച്ചതെന്ന് വോട്ട് ചെയ്ത് പുറത്തു വന്നതിന് ശേഷം മമ്മൂട്ടി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. മമ്മൂട്ടിയുടെ ഈ പരാമർശം അവക്കുമാണെന്നും കണ്ണന്താനം പ്രതികരിച്ചു. മമ്മൂട്ടിയെ പോലെ മുതിർന്ന താരം ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവെന്നും കണ്ണന്താനം കൂട്ടിച്ചേർത്തു. താൻ മോഹൻലാലിനെ മാത്രം കണ്ടതിന്റെ കുങ്ക് ആകും പരാമർശത്തിന് പിന്നിലെന്നും അൽഫോൺസ് കണ്ണന്താനം പറയുന്നു. മമ്മൂട്ടി ഭാര്യ സുൽഫത്തിനൊപ്പം പനമ്പള്ളി നഗർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 105 നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. എറണാകുളം മണ്ഡലത്തിലെ ഇടത് വലത് സ്ഥാനാർത്ഥികളായ P രാജീവ്, ഹൈബി ഈഡൻ എന്നിവർക്കൊപ്പമാണ് മമ്മൂട്ടി പോളിംഗ് ബൂത്തിലെത്തിയത്. ആരും വോട്ട് പാഴാക്കരുത് എന്നായിരുന്നു സമ്മതിദാന അവകാശം വിനിയോഗിച്ച ശേഷം മമ്മൂട്ടിയുടെ അഭ്യർത്ഥന. നടൻ മോഹൻലാൽ തിരുവനന്തപുരം മുടവൻമുകളിലെ ഗവൺമെന്റ് LP സ്കൂളിൽ വോട്ട് ചെയ്തു. ക്യൂ നിൽക്കാതെ വോട്ട് ചെയ്യണമെന്ന് മറ്റ് വോട്ടർമാർ പറഞ്ഞെങ്കിലും 1 മണിക്കൂറിലെ ക്യൂവിൽ നിന്നാണ് താരം വോട്ട് ചെയ്തത്. ഷൂട്ടിങ്ങിന്റെ തിരക്ക് കാരണം പലപ്പോഴും വോട്ട് ചെയ്യാൻ സാധിച്ചില്ലെന്നും ഇത് തന്റെ ആദ്യ വോട്ടാണെന്നും മോഹൻലാൽ പറഞ്ഞു. സ്വന്തം മണ്ഡലത്തിലെ വോട്ടറെങ്കിൽ അല്ലെങ്കിലും നടൻ മോഹൻലാലിനെ കാണാനുള്ള തിരക്കിലായിരുന്നു എറണാകുളം തൃശൂർ മണ്ഡലത്തിലെ വിവിധ സ്ഥാനാർത്ഥികൾ. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും എറണാകുളത്തെ LDF സ്ഥാനാർത്ഥി P രാജീവും NDA സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനവുമാണ് മോഹൻലാലിനെ കാണാനായി നിശബ്ദ പ്രചാരണ ദിവസം സമയം നീക്കിവെച്ചത്. തിരുവനന്തപുരം മണ്ഡലത്തിലെ വോട്ടറാണ് മോഹൻലാൽ എങ്കിലും സൂപ്പർ താരം ഒപ്പമുണ്ടെന്ന് വരുത്താനുള്ള ശ്രമത്തിലായിരുന്നു സ്ഥാനാർത്ഥികൾ. നിശബ്ദ പ്രചാരണ ദിവസം മിക്ക സ്ഥാനാർത്ഥികളും മണ്ഡലത്തിലെ പ്രമുഖരെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള പരക്കം പാച്ചിലായിരുന്നു. പുറത്തു കടന്ന് എളമക്കരയിലെ മോഹൻലാലിന്റെ വീട്ടിലേക്ക് ആദ്യമെത്തിയത് സുരേഷ് ഗോപിയാണ്. ജീവിതത്തിലെ നല്ല തുടങ്ങുകൾക്ക് മുമ്പായി ലാലിനെ കാണുന്നത് പതിവെന്നും തനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്താണ് ലാലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സുരേഷ് ഗോപിക്ക് പിന്നാലെ മോഹൻലാലിനെ കാണാനെത്തിയത് എറണാകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി P രാജീവ്. ജീവിതത്തിലെ പ്രധാന കാര്യങ്ങളും വിശേഷങ്ങളുമെല്ലാം ലാലിനെ അറിയിക്കാറുണ്ടെന്നും അങ്ങനെ ഒരു സാഹചര്യമായതിനാൽ വീണ്ടും കാണാനെത്തിയതാണെന്നും രാജീവ് പറഞ്ഞു. കുടുംബസമേതമാണ് രാജീവ് ലാലിന്റെ വീട്ടിലെത്തിയത്. രാജീവ് യാത്ര പറഞ്ഞു പോയതിന് പിന്നാലെ എറണാകുളത്തെ NDA സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനം മോഹൻലാലിനെ കാണാനെത്തി. കേരളത്തിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഹീറോയാണ് മോഹൻലാൽ എന്നും അദ്ദേഹത്തെ കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും കണ്ണന്താനം പറഞ്ഞു. മോഹൻലാലിനെ തങ്ങളൊക്കെ മോഹൻലാൽ G എന്നാണ് വിളിക്കാറെന്നും കണ്ണന്താനം പറയുന്നു.